അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആകാറുണ്ടോ? ഞാൻ പണ്ട് എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഒഫൻഡഡ് ആകും. എനിക്ക് വളരെ മെൻ്റലി എനിക്ക് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ചില സമയത്ത് ദേഷ്യം തോന്നും. പെട്ടെന്ന് തന്നെ സങ്കടങ്ങൾ തോന്നും. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന മൊമെന്റ്. നമ്മളെപ്പറ്റി നല്ലത് ആരെങ്കിലും പറയുവാണെങ്കിൽ ദാറ്റ്സ് മൈൻ. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി, പ്രശ്നമായി. അത് നമ്മൾ വളരെ ഡീപ്പർ ഇമോഷൻ ടച്ച് ചെയ്തൊരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ഇത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ഒരു 3 സ്റ്റെപ്പ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. I always come up with like some sort of steps അല്ലെങ്കിൽ systems, because that's what I do. കാരണം systems ക്രിയേറ്റ് ചെയ്യുക അത് ചെയ്തുകൊണ്ട് ഐ അച്ചീവ്ഡ് സോ മെനി തിങ്സ് ഇൻ മൈ ലൈഫ്. പാസ്റ്റ് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. എനിക്കൊരു ഹ്യൂജ് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. ഞാൻ പുറത്ത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഐ ക്ലോസ്ഡ് ഓഫ് മൈ ഡെറ്റ്. ഐ വാസ് ഓവർ വെയ്റ്റ്. ഐ ബിക്കെയിം ട്രിം. എവിടെയും എനിക്ക് 6 പാക്ക് കിട്ടിയെന്നൊന്നും ഞാൻ ഇത് പറയത്തില്ല, ബട്ട് ഐ എം ഫിറ്റ്. And also I invested a ton of money in read 25 books in the past 2.5 years. And 25 books വായിച്ചു തീർത്തു. I created like a healthy lifestyle, ഒരു healthy plus ഒരു mental lifestyle നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. കണ്ടന്റ് ക്രിയേഷൻ ചെയ്തു. Talk to a lot of people in English language ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. ലൈക്ക് I've improved a lot. സോ അതുകൊണ്ടാണ് അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ വീഡിയോസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തൊരു ട്രബിൾ അല്ലെങ്കിൽ പ്രശ്നം, ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞ ഓവർ തിങ്കിങ് ഒരു പ്രശ്നമായിരുന്നു, നോ പറയാൻ മടിയായിരുന്നു ഒരു പ്രശ്നമായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നൊരു സംഭവമാണ് ക്രിറ്റിസിസം. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും വന്നിട്ട് ഒരു ക്രിറ്റിസൈസും പറയുകയാണ്. ഞാൻ എക്സാമ്പിൾ ഒരു കഥ വെച്ചിട്ട് പറയുമ്പോൾ, ഞാനൊരു ജോലിക്കൊക്കെ കയറുന്ന സമയത്ത് കാനഡയിൽ പഠിച്ചിറങ്ങി ഉടനെ ഒരു ജോലിയൊക്കെ കിട്ടി, ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള. നമുക്ക് ചെറിയൊരു നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് അഡോപ്റ്റ് ആവുന്നുള്ളൂ. അപ്പം നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് നമുക്കൊരു വലിയ സിറ്റിയിൽ പോയിട്ട് ഒരു വലിയ എയറോസ്പേസിങ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവരെ കുറേ കസ്റ്റമേഴ്സ്, കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു 3 മാസം കഴിഞ്ഞ മാനേജർ പറഞ്ഞു, പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം നീ യു ഡു ദ പ്രസൻറ്റേഷൻ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർ എഞ്ചിനീയേഴ്സാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രസൻറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാനേജർ എനിക്ക് അത് തന്നത്. കാരണം നമ്മൾ അപ് ടു ഡേറ്റഡ് ആണ്, ടെക്നോളജി എല്ലാം അറിയാം, പവർ പോയിന്റ് അറിയാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് നമ്മൾ ഒരുപാട് മാസ്റ്റേഴ്സ് പ്രസൻറ്റേഷൻ ഒക്കെ നടത്തുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് പരിചയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഞങ്ങൾ നിൽക്കുന്നത് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ആണ്, ലൈക്ക് മെക്കാനിക്കൽ ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഡിസൈൻ സോഫ്റ്റ്വെയർ നമ്മളത് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഫോമായിരുന്നു. അപ്പം ഞാൻ നൈറ്റൊക്കെ പോയിട്ട് പ്രസൻറ്റേഷനൊക്കെ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്തു. നമ്മൾ പഠിച്ചോളാം മാസ്റ്റേഴ്സ്, നമ്മൾ പ്രസൻറ്റേഷനൊക്കെ ചെയ്താണ് കട്ട കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ബിഗർ സിറ്റിയിൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്തു. അവിടെ ചെന്നു. അന്ന് രാവിലെ തന്നെ കസ്റ്റമേഴ്സ് 8 എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. 8 എഞ്ചിനീയേഴ്സ് വന്നിരുന്നു. നമ്മൾ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പ്രസൻറ്റേഷൻ തുടങ്ങണം. ഓക്കെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്തിട്ടോ, എല്ലാം ചെയ്ത് 10 മിനിറ്റ് 15 മിനിറ്റ് പ്രസൻറ്റേഷൻ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മാനേജർ ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ദെൻ വി കെയിം ബാക്ക്. അപ്പം ഓൺ ദ വേ ബാക്ക് മാനേജർ പറഞ്ഞു, യുവർ പ്രസൻറ്റേഷൻ വാസ് വെരി ബോറിങ്. ഞാൻ വാസ് ലൈക്ക്, ഒരു മൊമെൻറ്റ് ഞാനൊന്നിങ്ങനെ സ്റ്റക്കായി. ബോറിങ്ങോ, ലൈക്ക് ഐ കുഡിൻ ടേക്ക് ദാറ്റ്. എനിക്കത് കേട്ടപ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ലൈക്ക് എന്താ ഇങ്ങനെ പറയുന്നത്, ഐ ഡിഡ് എ ഗുഡ് ജോബ് എന്നുള്ളതായിരുന്നു എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം. ആൻഡ് ഹി ക്രിട്ടിസൈസ്ഡ് മീ, ഇറ്റ് വാസ് ബോറിങ്. അപ്പം ഞാനിങ്ങനെ ഇത്രയും ചെയ്തിട്ട് അത് എന്താ മോശമായപ്പോൾ അപ്പം നമുക്ക് സാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു പുള്ളി പിന്നെ പറയുന്ന ഓരോ കമൻറ്റും എനിക്കൊരു അറ്റാക്കായിട്ടാണ് ഫീൽ ചെയ്തത്. ഇയാൾ എന്നെ താഴ്ത്തി കിട്ടാനായിട്ട് പറയുന്നതാണെന്ന് എൻ്റെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ പിന്നീട് അപ്പം നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ഇതുണ്ടായെങ്കിലും പിന്നെ നമ്മൾ ആ ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പിന്നീട് ഏതൊരു മൊമെൻ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 to 2 days കഴിഞ്ഞിട്ട് ഞാൻ മാനേജറോട് അപ്രോച്ച് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് പ്രസൻറ്റേഷൻ ബോറിംഗ് ആയതെന്ന് പറഞ്ഞു തരാമോ, വാട്ട് ഐ ഡിഡ് റോങ് എന്ന് പുള്ളിയോട് ചോദിച്ചു. പുള്ളി വാസ് വെരി ഹാപ്പി. ഹി എക്സ്പ്ലെയിൻഡ്. പുള്ളി പറഞ്ഞു, നമ്മളൊരു കസ്റ്റമറിന് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു നിഗറുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു എയറോസ്പേസ് കമ്പനിയിലാണ്. അപ്പോൾ ആ എയറോസ്പേസ് കമ്പനിയിൽ അവർ പർട്ടിക്കുലർ ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം ആയിരിക്കും അവർ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ട്.
അപ്പോൾ അവരുടെ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്തത് ഇതൊരു പ്രോബ്ലമാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, അപ്പോൾ ഇന്ന പ്രോബ്ലത്തിനെ നമ്മുടെ ഇന്ന സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ ഇന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് മാത്രം നീ പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ്. അതായത് നീ ജനറലൈസ് ചെയ്ത് എല്ലാ സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞു, അവർക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നീ വെറുതെ പറഞ്ഞു, വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മൾ വെറുതെ പറഞ്ഞ് നമ്മളൊരു പ്രസൻറ്റേഷൻ നമ്മൾ കിടലിനാക്കി പ്രസൻറ്റ് ചെയ്യണം, നമ്മളെല്ലാം കാണിക്കണം, എല്ലാം കൊണ്ടുവരണം എന്നുള്ള ഒരു മോഡിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആ പഠിച്ചിറങ്ങുമ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര ഹൈപ്പ് ചെയ്തിട്ടാണോ, നമ്മളെപ്പോഴും എക്സാഗറേഷനൊക്കെ ചെയ്തിട്ടാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് ദാറ്റ് ഐ മെയ്ഡ്. അതും അത്രയും എഞ്ചിനീയേഴ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്തപ്പോൾ അതുകൊണ്ടാണ് ഹി വാസ് ബ്ലണ്ട് ആൻഡ് ഹി സെഡ് ദിസ് വാസ് ബോറിംഗ്. പക്ഷേ അത് റിഫ്ലക്ട്, അതൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റം 3 സിസ്റ്റം തന്നെ. നമ്പർ 1, പോസ് 10 minutes. എപ്പോൾ നിങ്ങൾക്ക് ക്രിറ്റിസിസം കേട്ടു, ഞാനിപ്പോൾ ഒരു വലിയ എക്സാമ്പിൾ പറഞ്ഞാണ്. ചിലൊരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, നീ ആ ചെയ്ത് ശരിയായില്ല എന്ന് ചിലപ്പോൾ നമ്മൾ ആളുകൾ പറയാറുണ്ട്. പോസ് ഫോർ 10 minutes, ഒന്നും മിണ്ടണ്ട, നമ്മൾ റിയാക്ട് ചെയ്യണ്ട, ടേക്ക് ഇറ്റ് ഇൻ, നമ്മളെ ഇമോഷൻസ് ഒന്ന് സെറ്റിൽ ആകട്ടെ. നമ്മൾ ചാടി കയറിയിട്ട്, ഞാൻ അന്ന് ആ പുള്ളി പറഞ്ഞപ്പോൾ ഐ വാസ് ട്രൈങ് ടു ഫൈറ്റ് ബാക്ക്. പുള്ളി പറയുന്ന ഓരോന്നും ഞാൻ ഐ വാസ് ട്രൈങ് ടു ലൈക്ക്, അതെന്താ ഞാനത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഐ വാസ് ട്രൈങ് ടു ലൈക്ക് ഡിഫെൻഡ് മൈ സെൽഫ്. ഡോണ്ട് ഡിഫെൻഡ്, just pause, relax, like emotion, okay, something wasn't good, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും സംഭവിച്ചു, ജസ്റ്റ് നിങ്ങൾ ഇമോഷണലി ഫസ്റ്റ് ഒന്ന് സെറ്റ് ഇൻ ചെയ്യുക. 2, ഫിൽട്ടർ. ഇത് എന്നെ പറ്റിയിട്ടാണോ, ഓർ ഇസ് ഇറ്റ് അബൌട്ട് മൈ വർക്ക്? അതായത് മെജോറിറ്റി ടൈം നമുക്കൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസം കേൾക്കുമ്പോൾ നമ്മൾ ചാടി കയറിയിട്ട് ഇത് എന്നെ പേഴ്സണലി പറ്റിയ സിനിമയിലെ ജഗതി പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന പോലെ നമ്മളെ തന്നെ എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നമ്മൾ ഓരോ ക്രിറ്റിസിസത്തിനും നമ്മൾ എടുക്കുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, എൻ്റെ മാനേജർ particularly he was fine with me. He was said your presentation was wrong, like related to my work ആണ് പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. അല്ല പുള്ളി പറഞ്ഞ ഐ ആം റോങ് എന്നല്ല പുള്ളി പറഞ്ഞു, യുവർ പ്രസൻറ്റേഷൻ വാസ് ബോറിങ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമ്മളെപ്പറ്റിയല്ല, നമ്മളെപ്പറ്റി ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും ലൈക്ക് എന്താണ് അവിടെ തെറ്റിപ്പോകാനുള്ള കാരണം, ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കും. ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് നിങ്ങളെ അത് എന്താ പറയുക, അത് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് കാരണം. ആ ഒരു കാരണം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. 3ാമതായിട്ട് താങ്ക് ആൻഡ് മൂവ്. അതായത് അവരോട് നന്ദി പറയുക. ചിലപ്പം പ്രസൻറ്റേഷൻ ഞാൻ 2 ദിവസം വരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാനേജറായിട്ട്, പക്ഷേ 3rd day ഐ അപ്രോച്ച് ആൻഡ് ഞാൻ ചെയ്തത് എന്താണ് ബോറിങ്, എന്താണ് തെറ്റിപ്പോയെന്ന് പുള്ളി ചോദിച്ചു. ഹി വാസ് വെരി ഗ്ലാഡ്, ഹി വാസ് വെരി എക്സൈറ്റഡ്. പുള്ളി എന്നിട്ട് ലൈക്ക് അത് എൻ്റെ കോൺവെർസേഷൻ പുള്ളി പറഞ്ഞു, നല്ല കാര്യമാണ് നീ ചെയ്തത്, മെനി പീപ്പിൾ വോണ്ട് ഡു ദിസ്, യു കെയിം ബാക്ക് ഫോർ എ ഫീഡ്ബാക്ക്, യു ആസ്ഡ്, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്, കാരണം നമുക്ക് നല്ലതാണ്, നീ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വിച്ച് ഇസ് വെരി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ നമുക്ക് ആ ക്രിറ്റിസിസം അവിടെ ഉണ്ടായത് കൊണ്ട് എന്താ പിന്നീട് വന്ന ഓരോ പ്രസൻറ്റേഷൻസും കറക്റ്റ് ഏത് കസ്റ്റമറാണെന്ന് മനസ്സിലാക്കി അവരോട് കൃത്യമായിട്ട് ലൈക്ക് അവർക്ക് അവരുടെ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് സംസാരിക്കാനും നന്നാക്കി. അപ്പോൾ അത് ഒരുപാട് സെയിൽസ് ക്രമേണ വരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തു. ലൈക്ക് അപ്പം ഐ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്ക് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇഫ് യു ആർ റോങ്, സംബഡി ക്രിട്ടിസൈസ് യു, ലൈക്ക് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ആ ഒരു സംഭവത്തിൽ വരുന്നതാണ്. സോ നമ്മൾ പേഴ്സണലി നമ്മൾ താഴ്ത്തി കെട്ടുന്ന ആളുകളാണെങ്കിൽ ഡോണ്ട് ഡു ദിസ്. നമ്മളെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടുന്ന ആളുകളുണ്ട്, അവരുടെ അടുത്തുനിന്ന് ജസ്റ്റ് സ്റ്റേ ചെയ്യുക, അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ബട്ട് ഇങ്ങനത്തെ വർക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ക്രിറ്റിസിസം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ try to do these 3 steps and this will definitely improve. ഇത്രത്തോളം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ I think you guys like this content. Please do subscribe. It help me to ഒരുപാട് ആളുകളിലേക്ക് ഇത് റീച്ച് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യും, ജെനുവിനായിട്ട് പറയുന്നതാണ്. അപ്പോൾ see you guys in the next video. Bye.